ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട എത്രയോ സാമ്രാജ്യങ്ങളുണ്ട്. ബാബിലോണിയക്കാർ, ഹിറ്റൈറ്റുകൾ, അസീറിയക്കാർ. അവർ ഇന്ന് വെറും പുസ്തകത്താളുകളിൽ മാത്രമാണ്. എന്നാൽ 3000 വർഷമായി ഒരേ ഭാഷയും നൗറൂസ് എന്ന ഒരേ പുതുവത്സരവും ആഘോഷിച്ചുകൊണ്ട് ഇറാൻ ഇന്നും നിലനിൽക്കുന്നു. ഇതാണ് ഇറാന്റെ യഥാർത്ഥ അത്ഭുതം. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തിലെ മഹാസാമ്രാജ്യങ്ങൾ ഒരേ തെറ്റാണ് ആവർത്തിച്ചത്. അവർ വാളുകളുമായി ഇറാനിയൻ പീഠഭൂമിയിലേക്ക് ഇരച്ചുകയറി. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ പടയാളികൾ മുതൽ ക്രൂരരായ റോമൻ ലീജിയനുകളും ചെങ്കിസ് ഖാന്റെ മംഗോൾ പടയും വരെ ഈ മണ്ണിൽ രക്തം ചിന്തി. ലോകത്തിലെ മറ്റേതൊരു നാഗരികതയും ഇത്രയധികം ആഘാതങ്ങളിൽ എന്നേക്കുമായി തകർന്നു പോകുമായിരുന്നു. പക്ഷേ ഇറാൻ ചെയ്തത് മറ്റാർക്കും കഴിയാത്ത ഒന്നാണ്. അവർ തങ്ങളെ കീഴടക്കാൻ വന്നവരെ തന്നെ തങ്ങളിലേക്ക് ആഗിരണം ചെയ്തു. ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ആക്രമിച്ചു വന്ന ക്രൂരന്മാർ പേർഷ്യൻ ഭാഷ സംസാരിക്കാനും അവരുടെ സംസ്കാരം സ്വീകരിക്കാനും തുടങ്ങി. എങ്ങനെയാണ് ഇറാൻ ഈ അത്ഭുതം പ്രവർത്തിച്ചത്? തോൽവികളിൽ നിന്ന് നിത്യത കീഴടക്കുന്ന ഈ ജനതയുടെ പൂർണ്ണരൂപം നമുക്ക് പരിശോധിക്കാം. പലപ്പോഴും മെസൊപ്പൊട്ടേമിയയെയും ഈജിപ്തിനെയുമാണ് നാഗരികതയുടെ തൊട്ടിലായി പാശ്ചാത്യ ലോകം കാണുന്നത്. എന്നാൽ ഇത് വലിയൊരു ചരിത്രപരമായ അനീതിയാണ്. 7000 വർഷങ്ങൾക്ക് മുമ്പേ ഇറാനിൽ പുരോഗതി പ്രാപിച്ച നഗരങ്ങൾ നിലനിന്നിരുന്നു. ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സമാധാന കരാർ ഒപ്പിട്ടത് ഇവിടെയാണ്. BC 20-ാം നൂറ്റാണ്ടിൽ വടക്ക് നിന്ന് വന്ന ആര്യന്മാർ ഈ മണ്ണിൽ കുടിയേറി. അവർ തങ്ങളുടെ നാടിനെ ആര്യാനാം വേജ് എന്ന് വിളിച്ചു. ഇതിൽ നിന്നാണ് ഇറാൻ എന്ന പേര് പിറന്നത്. പലരും തെറ്റായി വിചാരിക്കുന്നത് ഇറാന്റെ ഭാഷ അറബിക്കാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പേർഷ്യൻ ഭാഷയ്ക്ക് ലാറ്റിൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ് തുടങ്ങിയ ഇൻഡോ യൂറോപ്യൻ ഭാഷകളുമായാണ് ബന്ധം. ഉദാഹരണത്തിന് ഇംഗ്ലീഷിലെ മദർ, ഫാദർ എന്നീ വാക്കുകൾക്ക് പേർഷ്യൻ വാക്കുകളായ മദർ, പിതർ എന്നിവയുമായുള്ള സാമ്യം ശ്രദ്ധിക്കൂ. ഇത് അവരുടെ സാംസ്കാരികമായ പ്രത്യേകത വിളിച്ചോതുന്നു. ക്രിസ്തുമതത്തിനും ഇസ്ലാമിനും എത്രയോ കാലം മുമ്പ് ഇവിടെ ഒരു മതം ജനിച്ചു, സൊറാസ്ട്രിയനിസം. ലോകം വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള യുദ്ധഭൂമിയാണെന്ന് അവർ വിശ്വസിച്ചു. ലോകത്തിനൊരു തുടക്കവും ഒടുക്കവുമുണ്ടെന്ന് ലീനിയർ ടൈം എന്ന വിപ്ലവകരമായ ആശയം ലോകത്തിന് നൽകിയത് ഇവരാണ്. പിന്നീട് വന്ന ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതചിന്തകളിൽ ഈ ആശയത്തിന്റെ വലിയ സ്വാധീനമുണ്ട്. ചുരുക്കത്തിൽ നമ്മളിന്ന് ചിന്തിക്കുന്ന സമയത്തിന്റെ അതിർവരമ്പുകൾ നിശ്ചയിച്ചത് പുരാതന പേർഷ്യക്കാരാണ്. ചരിത്രത്തിലെ ആദ്യത്തെ യഥാർത്ഥ സൂപ്പർ പവറായിരുന്നു അഖീമെനെഡ് സാമ്രാജ്യം. ഇതിന്റെ സ്ഥാപകനായ സൈറസ് ദ ഗ്രേറ്റ് ഒരു സാധാരണ ഭരണാധികാരി ആയിരുന്നില്ല. അദ്ദേഹം കീഴടക്കിയ ജനതകളെ അടിമകളാക്കിയില്ല, പകരം അവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിച്ചു. അദ്ദേഹത്തിന് ശേഷം വന്ന ഡാരിയസ് ഒന്നാമൻ സാമ്രാജ്യം ഈജിപ്ത് മുതൽ ഇന്ത്യ വരെ വ്യാപിപ്പിച്ചു. അക്കാലത്തെ ലോക ജനസംഖ്യയുടെ പകുതിയും പേർഷ്യൻ ഭരണത്തിന് കീഴിലായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ അതിവേഗ തപാൽ സംവിധാനം പോലും ഇവർ നിർമ്മിച്ചതാണ്. സൈറസ് ദ ഗ്രേറ്റ് വെറുമൊരു യുദ്ധവീരൻ മാത്രമായിരുന്നില്ല, മികച്ചൊരു നയതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. കീഴടക്കിയ രാജ്യങ്ങളിലെ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും അദ്ദേഹം ബഹുമാനിച്ചു. ബാബിലോണിയക്കാരെ കീഴടക്കിയപ്പോൾ അദ്ദേഹം സ്വയം അവരുടെ ദൈവമായ മർദുക്കിന്റെ ദൂതനായി പ്രഖ്യാപിച്ചു. ആയുധത്തേക്കാൾ കൂടുതൽ സ്നേഹം കൊണ്ട് ജനങ്ങളെ കീഴടക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. BC 330-ൽ അലക്സാണ്ടർ പെർസെപോളിസ് നഗരം ചുട്ടുചാമ്പലാക്കിയപ്പോൾ പേർഷ്യയുടെ കഥ കഴിഞ്ഞു എന്ന് ലോകം കരുതി. എന്നാൽ പേർഷ്യയുടെ സാംസ്കാരിക കരുത്ത് അലക്സാണ്ടറെ പോലും വസ്ത്രധാരണത്തിലും ആചാരങ്ങളിലും പേർഷ്യക്കാരനാക്കി മാറ്റി. പിന്നീട് ഗ്രീക്കുകാരെ തുരത്തിക്കൊണ്ട് പാർത്താർത്തിയന്മാരും സസാനിഡ് രാജവംശവും പേർഷ്യയുടെ പ്രതാപം തിരിച്ചുപിടിച്ചു. റോമൻ സാമ്രാജ്യത്തെ നൂറ്റാണ്ടുകളോളം വിറപ്പിച്ചു നിർത്തിയവരായിരുന്നു ഇവർ. 7-ാം നൂറ്റാണ്ടിൽ അറബികൾ പേർഷ്യ കീഴടക്കി പുതിയൊരു മതം കൊണ്ടുവന്നു, ഇസ്ലാം. ഇതോടെ പേർഷ്യൻ സ്വത്വം ഇല്ലാതാകുമെന്ന് തോന്നിയെങ്കിലും അറബ് ഭരണകൂടങ്ങളെ പേർഷ്യൻ ഉദ്യോഗസ്ഥരും കവികളും ഉള്ളിൽ നിന്ന് നിയന്ത്രിച്ചു. അവർ ഇസ്ലാമിനെ സ്വീകരിച്ചു, പക്ഷേ
തങ്ങളുടെ ഭാഷയും കലയും വിട്ടുകൊടുത്തില്ല. ഇന്നും ഇറാൻ ലോകത്തിലെ ഷിയ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി നിലകൊള്ളുന്നത് ഈ ചരിത്രപരമായ വേരുകൾ കൊണ്ടാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിലൊന്നാണ് ചെങ്കിസ് ഖാന്റെ മംഗോൾ പട പേർഷ്യയിൽ നടത്തിയത്. അവർ നഗരങ്ങൾ ചുട്ടുകരിച്ചു. പക്ഷേ അവിശ്വസനീയമെന്ന് പറയട്ടെ, മംഗോൾ ഭരണാധികാരികൾ പിന്നീട് പേർഷ്യൻ ഭരണരീതികളും കലകളും സ്വീകരിച്ചു. അവർ പേർഷ്യൻ പള്ളികൾ പണിയുകയും കവികളെ സംരക്ഷിക്കുകയും ചെയ്തു. കീഴടക്കാൻ വന്നവൻ കീഴടക്കപ്പെട്ടവന്റെ സംസ്കാരം സ്വീകരിക്കുന്ന അത്ഭുതം പേർഷ്യയിൽ ആവർത്തിച്ചു. മംഗോൾ ചക്രവർത്തി ചെങ്കിസ് ഖാൻ പേർഷ്യയിൽ വരുത്തിവെച്ച നാശം വിവരിക്കാൻ വാക്കുകളില്ല. നിഷാപൂർ എന്ന നഗരത്തിലെ സകല ജീവജാലങ്ങളെയും, മനുഷ്യരെയും പട്ടികളെയും പൂച്ചകളെയും പോലും അവർ കൊന്നൊടുക്കി. ഇറാന്റെ ജനസംഖ്യ പകുതിയായി കുറഞ്ഞു. പക്ഷേ ആ ചെങ്കിസ് ഖാന്റെ കൊച്ചുമകൻ പോലും പിന്നീട് പേർഷ്യൻ ഭാഷയും കലയും സ്വീകരിച്ചു എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. നൂറ്റാണ്ടുകളോളം ലോകഭൂപടത്തിൽ ഈ രാജ്യം പേർഷ്യയായിരുന്നു. എന്നാൽ 1925 അധികാരത്തിൽ വന്ന റേസ ഷാ പഹ്ലവി ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തു. 1935 അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ചു, ഇനി മുതൽ ഈ രാജ്യത്തെ പേർഷ്യ എന്ന് വിളിക്കരുത്, പകരം അതിന്റെ യഥാർത്ഥ നാമമായ ഇറാൻ എന്ന് വിളിക്കുക. ഇതൊരു പേരുമാറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് തങ്ങൾ ഒരു പുരാതനവും സ്വതന്ത്രവുമായ രാഷ്ട്രമാണെന്ന പ്രഖ്യാപനമായിരുന്നു. എന്തിനായിരുന്നു 1935 ഈ പേരുമാറ്റം? പാശ്ചാത്യർ പേർഷ്യയെ കണ്ടിരുന്നത് കേവലം പരവതാനികളുടെയും മാന്ത്രിക കഥകളുടെയും ഒരു വിചിത്രമായ നാടായാണ്. ആ ഒരു ലേബലിൽ നിന്ന് മാറി തങ്ങൾ ആധുനികവും കരുത്തുറ്റതുമായ ഒരു രാഷ്ട്രമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് റേസ ഷാ ഇറാൻ എന്ന പേര് തിരഞ്ഞെടുത്തത്. അതൊരു സ്വയം പ്രഖ്യാപനമായിരുന്നു. 1979 ഇസ്ലാമിക് വിപ്ലവം ഇറാന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിച്ചു. രാജഭരണം അവസാനിക്കുകയും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് നിലവിൽ വരികയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നായിട്ടും ഇറാൻ ഇന്നും ഉപരോധങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും നേരിടുന്നു. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും വസ്ത്രധാരണ രീതികളെക്കുറിച്ചും ഇന്നും അവിടെ വലിയ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ 5000 വർഷം ഈ മണ്ണ് ലോകത്തോട് പറഞ്ഞത് ഒന്നു മാത്രമാണ്: അധിനിവേശങ്ങൾക്കോ ആയുധങ്ങൾക്കോ ഇറാനിയൻ ആത്മാവിനെ തകർക്കാൻ കഴിയില്ല. ഇന്ന് ലോകത്തിന് മുന്നിൽ 2 ഇറാനുണ്ട്. പാശ്ചാത്യരുടെ കണ്ണിൽ ഇറാൻ എന്നാൽ ഉപരോധങ്ങളും അണുകേന്ദ്രങ്ങളും ഭീഷണിയുമാണ്. എന്നാൽ പേർഷ്യ എന്നാൽ അത് പ്രണയവും ഹാഫിസിന്റെയും റൂമിയുടെയും കവിതകളും ഇസ്ഫഹാനിലെ സുന്ദരമായ മിനാരങ്ങളുമാണ്. ഈ 2 പേരുകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇന്നും ആ മണ്ണിൽ നടക്കുന്നത്. ഇന്ന് ഇറാൻ എന്ന വാക്ക് ലോകത്തിന് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പ്രതീകമാണ്. എന്നാൽ പേർഷ്യ എന്ന വാക്ക് പ്രതാപത്തിന്റെയും കവിതകളുടെയും പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു. ഈ 2 മുഖങ്ങളും ചേർന്നതാണ് ഈ മഹത്തായ രാഷ്ട്രം. ചരിത്രത്തിന്റെ അടുത്ത അധ്യായം എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ ചരിത്ര വീഡിയോകൾക്കായി ബെലീവർ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.